എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊഴുക്കട്ടയാണ്. ആവിയിൽ വേവിച്ചെടുത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം. അപ്പോൾ നമ്മുടെ ഓശാന പെരുന്നാൾ ഇങ്ങ് എത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മളിങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ എടുത്തു വെച്ചതാണ്. അതിപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കൊഴുക്കട്ടയൊന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങനൊരു വിശേഷ അവസരത്തിൽ മാത്രമാണ് കേട്ടോ ഞാൻ കൊഴുക്കട്ട വീട്ടിലുണ്ടാക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടി 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലെ അംഗങ്ങളനുസരിച്ചിട്ട് നമുക്ക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിക്കൊക്കെ ഉള്ള പൊടിയുണ്ടല്ലോ അതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യമനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പൊടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതാ ശർക്കര പാനി ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 കപ്പ് ശർക്കര എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുത്തതാണ്. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് നാളികേരം ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ഏലക്ക ചതച്ചത് അത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് കട്ടിയാവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരല്പം വെള്ളമയത്തോടുകൂടി തന്നെ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിതൊന്ന് ചൂടാറുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിലൊന്ന് നമ്മളെടുക്കാം. നാളികേരം വിളയിച്ചത് അന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ പൊടിയുടെ ഒരല്പം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് തേച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ വെള്ളമൊക്കെ ഒന്ന് വെച്ച് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നും എടുത്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ചെറു തള്ളവരൽ വെച്ചിട്ട് ഒരു ഹോളാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ശർക്കര വിളയിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ രീതിയിലനുസരിച്ചിട്ട് ഹോളാക്കി കൊടുത്തോളൂ കേട്ടോ. ഞാനപ്പോൾ ഇതേ രീതിയിൽ പതുക്കെ നടുക്കൊന്ന് കുഴിച്ചിട്ട് ഇങ്ങനെ ഹോളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുറച്ച് മാത്രം ആദ്യം ചേർത്താൽ മതി. ഫില്ലിങ്ങൊക്കെ വെച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. പൊടി നടുക്കോട്ടം ഒന്ന് കൊണ്ടുവന്നിട്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈവരൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് നമുക്കിതൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കട്ടെ. ഇനിയിപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേനും കൊഴുക്കട്ട ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ ഈ കൊഴുക്കട്ട റെഡിയാവാൻ വേണ്ടിയിട്ട്. പൊടിയൊക്കെ വാട്ടി കുഴച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വേവിച്ചെടുത്ത പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നമ്മുടെ കൊഴുക്കട്ട ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്നാൽ ശരി, പോയിട്ട് വരാം.